1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി സാധാരണ പൊതുതാൽപര്യ ഹർജിയുടെ ലോക്കൽ സ്റ്റാൻഡിൽ നിന്ന് വ്യത്യസ്തമാണ്, ഇതിങ്ങനെയാണ് എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ കേസ് തന്നെ നിന്നിൽ പോവും. ഈ കൊടുത്ത കേസ് നമ്മൾ ഗവൺമെൻറ് കൊടുത്ത കേസല്ലല്ലോ, അതിൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. അപ്പോൾ ആ കേസ് മിക്കുമോ? അതല്ല, നമുക്ക് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസിനകത്ത് കോടതിക്ക് ഇടപെടാൻ അവകാശമില്ല എന്നാണ് നിലപാടെങ്കിൽ പിന്നെ തീർന്നില്ലേ? അത് ആണ് എന്ന് കോടതി പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിലപാട് എടുക്കണ്ടേ? അപ്പം ഇത് നല്ല അവധാനതയോടുകൂടി പരിശോധിച്ച് ശരിയായ രൂപത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുക ഘട്ടത്തിൽ അത് ഗവൺമെൻറ് കൊടുക്കും. അല്ല, ഇതിൽ ഈ അതിനൊന്നും ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ഇത് കോടതി നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോടതിയിൽ സർക്കാർ പറയാൻ പോകുന്നത് 7 പ്രശ്നങ്ങളിലല്ലേ. അത് ഞങ്ങൾ നന്നായി ചർച്ച ചെയ്യും. ഈ വരുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെ ഉണ്ടല്ലോ. ആ അഭിപ്രായം നിങ്ങൾ എന്താ പറയാത്തെ? ഞങ്ങൾ നേരത്തെ പറഞ്ഞ അഭിപ്രായം എന്താ? അത് വിധി വന്നോണ്ടല്ലേന്ന്. ഞാൻ നിങ്ങളോട് ഏഷ്യാനെറ്റും നിലപാട് സ്വീകരിക്കുന്നു. നാളെ സുപ്രീം കോടതി നിങ്ങൾ സംപ്രേഷണം ചെയ്യണ്ട, അത് ആ വഴിക്ക് നിൽക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റും. ഞങ്ങളുടെ പഴയ നിലപാടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. നേരത്തെ തന്നെ ഞങ്ങൾ എടുത്തൊരു നിലപാടുണ്ട്. അല്ല, സുപ്രീം കോടതി വിധി അപ്രസക്തമായത് ആരാ പ്രസക്തമാക്കിയേ? ഞങ്ങൾ പിന്തുണച്ചോടാണോ സുപ്രീം കോടതി വിധി വന്നതോടെയാണോ? സുപ്രീം കോടതി ലോ ഓഫ് ദ ലാൻഡ് അല്ലേ. നിങ്ങൾ കാണേണ്ടത് എന്താ? ഞങ്ങൾ പോയിട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കുകയാണ് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം, അല്ലല്ലോ. ഇതൊരു സംഘടന പോയി സുപ്രീം കോടതി പോകുന്നു. ആ സംഘടന പോയപ്പോൾ ഒരു വിധി വരുന്നു. അതിൽ ഞങ്ങളുടെ അഫിഡാവിറ്റ് വളരെ വ്യക്തമായി തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ കൊടുത്തു. അതൊന്നും പരിഗണിക്കാതെ തന്നെ നിലപാട് സ്വീകരിച്ചു. നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതിയിലെ വിധിച്ച് ഞങ്ങളാ ഗവൺമെന്റ് ഉത്തരവല്ലല്ലോ. ഞാൻ പറയട്ടെ, ഇത് ഞാൻ മുഴുവനാക്കട്ടെ, നിങ്ങൾ അസ്വസ്ഥമാകണ്ടെന്ന്. സമയം ഇഷ്ടം പോലെ ഉണ്ട്. സുപ്രീം കോടതി ഉത്തരവ് വന്നു. ഉത്തരവ് വന്നപ്പോൾ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം സ്വാഗതം ചെയ്തു, BJP സ്വാഗതം ചെയ്തു. ഇതൊക്കെ നിങ്ങൾ മറന്നു പോകരുത്. അത് കഴിഞ്ഞൊരു സുവർണാവസരം വീണ് കിട്ടുന്നു എന്ന് വന്നപ്പോൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അതിൽ NSS തുടക്കം മുതൽ ഒരു സ്റ്റാൻഡായിരുന്നു. കോൺഗ്രസും BJPയും ഈ വിധിയെ പിന്തുണച്ച ഘട്ടത്തിലും NSSന്റെ സ്റ്റാൻഡ് വ്യത്യസ്തമായിരുന്നു. അത് നമ്മൾ കാണണം. ഇവര് പിന്നെ മലക്കം പറഞ്ഞ എന്താ? ഞങ്ങൾ നിലപാട് വരുമ്പോൾ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ ഞങ്ങളുടെ ബാധ്യത തീർന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ കടുംപിടുത്തക്കാരാണ്, സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്ന വ്യാഖ്യാനത്തിലേക്ക് ഞങ്ങൾ പോയില്ലല്ലോ. സുപ്രീം കോടതി റിവ്യൂ ചെയ്യുമ്പോഴും ഇത് സ്റ്റേ ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാട് എന്താ? റിവ്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ റിവ്യൂ വരട്ടെ. റിവ്യൂ ചെയ്യാൻ അല്ല, അതിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പറയുന്നത് ആരാ? ഇപ്പൊ സർക്കാർ പറഞ്ഞു ഈ ഭരണഘടനാ പ്രശ്നങ്ങൾ വന്നാലല്ലേ അതിലേക്ക് കിടക്കുള്ളൂ. അത് ക്ലിയർ ആവട്ടെ. അതെ, അങ്ങനെ നിക്കണ എങ്ങനെയാ? അവരവരുടെ നിലപാട് തുടർന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ നിലപാട് വളരെ കൃത്യമാണ്. സുപ്രീം കോടതി ഞങ്ങളെല്ലാം കൊടുത്ത അഫിഡാവിറ്റിൽ ആ ഭാഗം പരിഗണിക്കാതെ അവർ പ്രത്യേകമായി അമിക്കസ് ക്യൂറിയെ വെച്ചു. അവർ ഒരു വിധിയിലേക്ക് എത്തി. 2, അതേ സുപ്രീം കോടതി തന്നെ ആ വിധി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. 3, സുപ്രീം കോടതി തന്നെ പറഞ്ഞു റിവ്യൂവിലേക്ക് എത്തുന്നതിന് മുമ്പ് 7 അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഗണിക്കണം. ആ പരിഗണിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ മറ്റ് വ്യാഖ്യാനങ്ങളിലേക്ക് പോവുള്ളൂ. അപ്പം ഞങ്ങൾ നിൽക്കുന്നത് സുപ്രീം കോടതിയുടെ മുമ്പിലാണ്. സുപ്രീം കോടതി ഇന്ന് പറയാണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അടുത്ത ദിവസം വരണം, പ്രവേശനത്തെ അനുകൂലിക്കുന്നോ ഇല്ലയോ? അപ്പം ഞങ്ങളപ്പോൾ പറയും. അല്ല, ഞങ്ങൾ എല്ലാ വശവും പരിഗണിച്ചല്ലേ വരുള്ളൂ. ഞാൻ അല്ല, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ അതല്ലല്ലോ ചോദിച്ചേക്കണേ. അല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ കാണേണ്ട ഭാഗം നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മറച്ചു വെച്ചൊരു ഭാഗം ഞാൻ സൂചിപ്പിച്ചെന്നുള്ളൂ.
യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് സർക്കാർ നിൽക്കുമോ? നമ്മൾ കാണേണ്ട ഭാഗം, നിങ്ങൾ വിധി വായിച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഈ ശബരിമല വിധി വായിച്ചിട്ടില്ലല്ലോ. അതിലേതെങ്കിലും ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ തീരുമാനമായതുകൊണ്ട് സ്ത്രീകൾ പ്രവേശിക്കട്ടെ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സർക്കാരിൻ്റെ ഫസ്റ്റ് റെസ്പോണ്ടൻ്റ് ആ ഭാഗം ഒഴിവാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ഗവൺമെൻറ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് സുപ്രീം കോടതി ഇതാ സ്ത്രീ പ്രവേശനം അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? 141 എന്താ? അപ്പൊ സുപ്രീം കോടതി വിധി എന്ന് പറഞ്ഞു അല്ല അജിതേ, അല്ല അതില് സുപ്രീം കോടതി അല്ലേ പറഞ്ഞത്? സുപ്രീം കോടതി വിധി വന്നാൽ സാധാരണയുള്ള കാര്യങ്ങളുണ്ടല്ലോ, സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ സുപ്രീം കോടതി തന്നെ വച്ച വിധി, അതിനകത്ത് ഒരു പുനഃപരിശോധന വേണമെന്ന് സുപ്രീം കോടതി തന്നെ കേസ് കേൾക്കുമ്പോൾ തീരുമാനിച്ചു. ആ കേസിനകത്ത് അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ അല്ലാണ്ട് ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞു അതുകൊണ്ട് വിധിയിലേക്ക് വന്നതല്ല. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളും ഇവരെല്ലാം പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടല്ലോ. അല്ല, അതിൽ നിങ്ങളുടെ ചോദ്യത്തിലുള്ള പെശക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അഭിപ്രായം അനുകൂലിച്ചാലും ഇല്ലെങ്കിലും വരുന്ന വിധി ബൈൻഡിങ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.